പുണ്യനദിയായ പമ്പയിൽ കുളിച്ച് പമ്പാ ഗണപതിയെ വന്ദിച്ചാണ് അയ്യപ്പ ഭക്തന്മാർ നീലിമല കയറ്റം ആരംഭിക്കുന്നത്. ഭാരതത്തിൻ്റെ ആദികാവ്യമായ രാമായണത്തിൽ പമ്പാ നദിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമൻ സഹോദരനായ ലക്ഷ്മണനോടൊപ്പം പമ്പാ നദീതീരത്ത് ശബരി എന്ന താപസിയുടെ ആതിഥ്യം സ്വീകരിക്കുകയുണ്ടായി. ശബരി തപസ്സു ചെയ്ത മലയാണ് ശബരിമല എന്നറിയപ്പെടുന്നത്. പാപനാശിനിയാണ്, പുണ്യദായിനിയാണ് പരമപവിത്രമായ പമ്പാ തീർത്ഥം. പിതൃബലി തർപ്പണത്തിന് പേരുകേട്ട പമ്പാ തീരം പല മതസൗഹാർദ്ദ സമ്മേളനങ്ങൾക്കും വേദിയായിട്ടുണ്ട്. പമ്പ വിളക്കും പമ്പാ സദ്യയും അയ്യപ്പ ഭക്തന്മാർക്ക് തീർത്ഥാടന വേളയിൽ ഏറെ അനുഭൂതിയേകുന്ന സന്ദർഭങ്ങളാണ്. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പ. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം കൊണ്ട് പമ്പാ നദി ദക്ഷിണ ഭാഗീരഥി എന്നുകൂടെ അറിയപ്പെടുന്നു. Presented by Chaikari, Kazhakkottam, near Infosys, Thiruvananthapuram.